ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ ചിത്രമായിട്ടുള്ള ഗെറ്റ് സെറ്റ് ബേബി. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ കുഞ്ചാക്കോ ബോബൻ നായകനായി അഭിനയിച്ച് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത സിനിമയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ നായകനായ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. രണ്ട് സിനിമകളും നല്ല അഭിപ്രായം നേടിയെടുത്തു എങ്കിലും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ, കുഞ്ചാക്കോ ബോബൻ സിനിമ, വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ അതിൻ്റെ 2 റിവ്യൂ ചെയ്ത വ്യക്തിയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട, മനസ്സ് തുറന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഞാൻ ആദ്യ ഷോ കണ്ടു, തിക്കും തിരക്കിൽ കണ്ടതാണ്. അതിനുശേഷം മകനുമായി ആ സിനിമ അർദ്ധരാത്രി 12 മണിക്ക് വീണ്ടും പോയി രാഗം തിയേറ്ററിൽ കണ്ടപ്പോൾ എന്താണ് ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എന്താണ് സിനിമയുടെ ഡയറക്ഷൻ, എന്താണ് സിനിമയുടെ തിരക്കഥ, സംഭാഷണം, അഭിനയം. കുഞ്ചാക്കോ ബോബനെ എനിക്ക് അത്ര, ഇവിടെയുള്ള കഴിവുള്ള ധാരാളം ഡയറക്ടേഴ്സിന് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ മാർട്ടിൻ പ്രക്കാട്ടാണ് സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ. അതൊക്കെ ആയിരിക്കാം. മാർട്ടിൻ പ്രക്കാട്ട് അടിപൊളി ഡയറക്ടറല്ലേ, അപ്പോൾ ആളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ജിത്തു അഷ്റഫ് വർഷങ്ങൾ 10-15 വർഷമായിട്ട് മൈത്ര ഈ സിനിമ ഫീൽഡിൽ അസോസിയേറ്റും അസിസ്റ്റൻ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആൾക്ക് ഈ സിനിമ ആളുടെ ജീവിത ചരിത്രത്തിൽ തന്നെ വലിയ പൊൻതൂവലായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഈ സിനിമ കണ്ടതിന് ശേഷം പൊട്ടിക്കരയാനുണ്ടായിരുന്നു. കാരണം ആൾ പോലും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഇത്രയധികം ജനങ്ങൾ സ്വീകരിക്കുന്നുള്ളത്. നല്ല സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സിനിമയിലും വിജയിക്കും. എന്തിനാണ് വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ, എന്തിനാണ്? സിമ്പിൾ കഥ മതി, സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മതി, നല്ല രീതിയിൽ കോടികൾ കൊയ്യാൻ സാധിക്കും. എന്തായാലും ഈ സിനിമ ഒരു 100 കോടി ക്ലബിലെത്താനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഏത് രീതിയിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ പോക്കെന്ന് നമുക്കറിയില്ല. എങ്കിലും അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ലെവലിലും ഒക്കെ ഈ സിനിമ റീച്ചായാൽ, കേരളത്തിൽ എന്തായാലും മുമ്പ് റീച്ചായി, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നല്ല രീതിയിൽ റീച്ചായാൽ വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ 100 കോടിക്ക് അടിക്കാം. എന്തായാലും കുഞ്ചാക്കോ ബോബന് എല്ലാവിധ ആശംസകളും, ജിത്തു അഷ്റഫിനും ജെസ്ബി ജോയ്ക്കും എല്ലാവരും സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുക. ആ സിനിമയിൽ അഭിനയിച്ചവരെല്ലാം കിടു പെർഫോമൻസാണ് എല്ലാവരും. എന്തായാലും ഉണ്ണിമുകുന്ദൻ്റെ സിനിമയ്ക്ക് കുഴപ്പമില്ലാത്ത റിപ്പോർട്ടാണെങ്കിലും ഈ സിനിമകളിൽ അതുകൊണ്ട് അങ്ങോട്ടും ഗംഭീരമാവാൻ പറ്റുന്നില്ല. എന്തായാലും ഉണ്ണിമുകുന്ദനും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ.